ഇസ്രയേലിനെ ഞെട്ടിച്ച ആക്രമണമാണ് അധിനിവേശ ഗോലാൻ കുന്നിലെ മജിദ് അൽ ഷംസിലെ ഗ്രാമത്തിൽ ശനിയാഴ്ച സംഭവിച്ചത്. ഫുട്ബോൾ ഗ്രൗണ്ടിൽ പതിച്ച റോക്കറ്റ് പൊട്ടിത്തെറിച്ച കുട്ടികളടക്കം 12 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിന് പിന്നിൽ ലെബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ളയാണെന്നാണ് ഇസ്രയേലിന്റെ വാദം. എന്നാൽ ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ല എന്ന് ഹിസ്ബുള്ളയും പറയുന്നുണ്ട്. ഇതോടെ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യങ്ങളും വലിയ രീതിയിൽ ഉയരുകയാണ്. ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് സംഭവിച്ച പിഴവാണ് കാരണമെന്ന വാദം വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അയൺ ഡോം എന്ന ഹാഷ്ടാഗ് എക്സിൽ ട്രെൻഡിങ്ങിലാണ്. അയൺ ഡോമിൽ നിന്നുള്ള മിസൈൽ പതിച്ചാണ് കുട്ടികൾ അടക്കമുള്ളവർ മരിച്ചത് എന്ന് പലരും വാദിക്കുന്നു. ഇസ്രയേൽ നിയന്ത്രിത ഗോലാൻ കുന്നുകളിലെ ഫുട്ബോൾ മൈതാനത്ത് നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം 12ആയി. 20 പേർക്ക് പരിക്കേറ്റു. മജിദ് അൽ ഷംസിലെ ഡ്രൂസ് ടൗണിൽ ശനിയാഴ്ച വൈകിട്ട് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം. മരിച്ചവരിൽ 5 വിദ്യാർത്ഥികളുമുണ്ട് എന്ന് പ്രാഥമിക വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ജിഹാൻ സ്വാദി പറഞ്ഞു. അറബി സംസാരിക്കുന്ന ഡ്രൂസ് മത വംശീയ വിഭാഗത്തിലെ 25,000 അംഗങ്ങൾ താമസിക്കുന്ന ഗോലാൻ കുന്നുകളിലെ 4 ഗ്രാമങ്ങളിലൊന്നാണ് മജിദ് അൽ ഷംസ്. 1967 സിറിയയിൽ നിന്ന് ഇസ്രയേൽ പിടിച്ചെടുത്തതാണ് ഗോലാൻ കുന്നുകൾ. ലെബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ളയാണ് ആക്രമണത്തിന് പിന്നിലെന്നും തെക്കൻ ലെബനനിലെ ചെബ ഗ്രാമത്തിന്റെ വടക്ക് ഭാഗത്തു നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത് എന്നും ഇസ്രായേൽ സൈന്യം ആരോപിച്ചു. എന്നാൽ ആരോപണം ഹിസ്ബുള്ള നിഷേധിച്ചു. തിരിച്ചടിയായി ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനാനിലും തെക്കൻ ലെബനാനിലും ആക്രമണം നടത്തിയതായി ഞായറാഴ്ച പുലർച്ചെ ഇസ്രായേൽ സൈന്യം അറിയിച്ചു. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണത്തിന് ഹിസ്ബുള്ള ശക്തമായ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് എന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ മുഖ്യ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. ഹിസ്ബുള്ള എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചിരിക്കുകയാണ് എന്നും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു. രാജ്യം യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ആക്രമണം നടത്തിയെന്ന ആരോപണം ഹിസ്ബുള്ളയുടെ മുഖ്യ വക്താവ് മുഹമ്മദ് ഹഫീഫ് വ്യക്തമായി നിഷേധിച്ചു. US സന്ദർശനം വെട്ടിക്കുറച്ച് നെതന്യാഹു ഉടൻ ഇസ്രയേലിൽ തിരിച്ചെത്തുമെന്നും സുരക്ഷ സംബന്ധിച്ച് ചർച്ച നടത്താൻ മന്ത്രിസഭാ യോഗം വിളിക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകുന്ന സൂചന. ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടി നൽകണമെന്നാണ് നെതന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷ വിഭാഗക്കാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ 9 മാസമായി ഗസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേൽ സൈന്യത്തെ സംബന്ധിച്ച് ഹമാസിനേക്കാൾ ശക്തരായ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം എളുപ്പമായിരിക്കില്ല. അതേസമയം ഗോലാൻ കുന്നുകളിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണ് എന്നതിന് US രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംശയമില്ല. എന്നാൽ ഗോലാൻ കുന്നുകളെ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നോ അതോ മിസൈൽ ലക്ഷ്യം തെറ്റി പതിച്ചതാണോ എന്ന് വ്യക്തമല്ല എന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. സാധാരണഗതിയിൽ ഇസ്രയേൽ ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും വരുമ്പോൾ ഏറെ നേരം മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങാറുണ്ട്. എന്നാൽ മജിദ് അൽ ഷംസിലെ ആക്രമണത്തിന് മുമ്പ് കുറഞ്ഞ സമയം മാത്രമാണ് സൈറൻ മുഴങ്ങിയത്. ഇതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പലർക്കും ഓടി രക്ഷപ്പെടാൻ പോലും സാധിച്ചില്ല. ആക്രമണത്തെ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്ന് BBC മിഡിൽ ഈസ്റ്റ് കറസ്പോണ്ടന്റ് നഫീസ കഹൻവാഡ് എക്സിൽ കുറിച്ചു. പല സ്രോതസ്സുകളും പറയുന്നത് അയൺ ഡോമിനുണ്ടായ പിഴവാണെന്നാണ്. കഴിഞ്ഞ 10 മാസത്തിനിടയിൽ ഹിസ്ബുള്ള പ്രധാനമായും ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുന്നത്. ഹിസ്ബുള്ള ഇതുവരെ 6000 മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവാണ്. തീർച്ചയായും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ പ്രതിരോധം തീർക്കുന്നുണ്ട്. കൂടാതെ ഹിസ്ബുള്ളയുടെ ലക്ഷ്യങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അയൺ ഡോമിന് സംഭവിച്ച പിഴവാണോ എന്ന് നഫീസ കോഹനൻ വാഡ് ചോദിക്കുന്നു. 12 പേരുടെ മരണത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംഭവത്തിന് പിന്നാലെ ലെബനാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി അദ്ദേഹം ഇസ്രയേലിലേക്ക് മടങ്ങുകയും ചെയ്തു. ഒക്ടോബർ 7 ശേഷം ഇസ്രയേലിന് നേരെയുണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇത് എന്ന് ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗേരി വിശേഷിപ്പിച്ചു.